ഭാഗം 3. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. അപ്പോൾ നോഹ പെട്ടകത്തിന്റെ കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കയെ തുറന്നുവിട്ടു. അത് ഭൂമിയിലെ വെള്ളം വറ്റുന്നതുവരെ വന്നും പോയും ഇരുന്നു. വെള്ളം വറ്റിയോ എന്നറിയുവാൻ നോഹ ഒരു പ്രാവിനെയും തുറന്നുവിട്ടു. പ്രാവ് നിലത്തിറങ്ങാൻ പറ്റാതെ തിരിച്ചു വന്നു. നോഹ കൈനീട്ടി അതിനെ പിടിച്ച് പെട്ടകത്തിൽ കയറ്റി. 7 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പ്രാവിനെ നോഹ പുറത്തുവിട്ടു. വൈകുന്നേരമായപ്പോൾ പ്രാവ് മടങ്ങി വന്നു. അതിന്റെ വായിൽ ഒരു പച്ച ഒലിവിലയും ഉണ്ടായിരുന്നു. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു. വീണ്ടും 7 ദിവസം കഴിഞ്ഞപ്പോൾ പ്രാവിനെ അഴിച്ചുവിട്ടു. അത് പിന്നെ മടങ്ങി വന്നില്ല. ഭൂമിയിൽ വെള്ളം വറ്റി എന്ന് നോഹ ഇതിനാൽ മനസ്സിലാക്കി. വീണ്ടും നോഹയ്ക്ക് ദൈവത്തിൽ നിന്നും അരുളപ്പാട് ലഭിച്ചു. എന്താന്ന് വെച്ചാൽ, ദൈവം അവനോട് പറഞ്ഞു, നീയും നിന്റെ കുടുംബവും പുറത്തിറങ്ങുക. ഒപ്പം പെട്ടകത്തിലുള്ള സകലതിനെയും പുറത്തിറക്കണം. അവ ഭൂമിയിലിറങ്ങി വസിച്ച് അനവധിയായി വർദ്ധിച്ചു വരട്ടെ, പെറ്റുപെരുകട്ടെ എന്ന് ദൈവം അരുളിച്ചെയ്തു. അങ്ങനെ സകല ജീവജാലങ്ങളുമായി പുറത്തിറങ്ങിയ നോഹ ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയുള്ള എല്ലാ പറവകളിൽ നിന്നും ചിലതെടുത്ത് നന്ദിപൂർവ്വം ദൈവത്തിന് യാഗമർപ്പിച്ചു. ആ കാലഘട്ടത്തിൽ അനേകായിരം ജനങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു. എങ്കിലും നോഹയിൽ മാത്രമാണ് ദൈവം പ്രസാദിച്ചത്. നോഹയെയും കുടുംബത്തെയും മാത്രമാണ് ജലപ്രളയത്തിൽ നിന്നും രക്ഷിച്ചത്. കാരണം അവർ മാത്രമായിരുന്നു ദൈവത്തെ സ്നേഹിച്ചത്. നോഹയെ പോലെ ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാൻ നമുക്കും കഴിയട്ടെ. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അനുഭവിച്ച് അണക്കമറ്റവരാകാതെ നോഹയെ പോലെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കും ദൈവം മുമ്പാകെ ആയിരിക്കാൻ കഴിയട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. മറ്റൊരു വ്യക്തിയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.